പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ വീണ്ടും പോസ്റ്ററുകൾ. DCC ഓഫീസ് പരിസരത്താണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഒരു പോസ്റ്ററിനെ ചൊല്ലി അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വിവാദമാണ് പാലക്കാട്. എങ്ങനെയാണ് വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നു? രാഖി, പാലക്കാട് തങ്കപ്പനെ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് DCC ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, DCC ഓഫീസിന്റെ ഭൂമി വാങ്ങിയത് അത് മറിച്ചു വിറ്റ തങ്കപ്പൻ സ്ഥാനാർത്ഥിയായി വേണ്ട, സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും തങ്കപ്പൻ നിന്നാൽ ലഭിക്കില്ല തുടങ്ങിയ തരത്തിലുള്ള പോസ്റ്ററുകളാണ് DCC ഓഫീസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിലും മറ്റും തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുൽ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് സ്വാഭാവികമായിട്ടും പാലക്കാട്ടേക്ക് ഷാഫി പറമ്പിൽ തൻ്റെ അനുയായികളായ ആളുകളെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടത്തിയിരുന്നു. മറുവശത്താണെങ്കിൽ VK ശ്രീകണ്ഠൻ തൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിരുന്നു. ഒപ്പം രമ്യ ഹരിദാസും പാലക്കാട്ടെ സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. സന്ദീപ് വാര്യറും പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യവുമായിട്ടൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഈ പേരുകൾക്കൊക്കെ അപ്പുറം K മുരളീധരനെ കൊണ്ടുവരാനായിരുന്നു KC വേണുഗോപാൽ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം ഇവിടെ നടന്നത്. പക്ഷേ K മുരളീധരൻ താൻ ഏതായാലും പാലക്കാട്ടേക്ക് ഇല്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയും ചെയ്തു. ഇതോടുകൂടെ കോൺഗ്രസിന്റെ DCC ഇത്തരത്തിൽ DCC പ്രസിഡന്റായ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ പാലക്കാട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചത് DCC പ്രസിഡന്റ് തങ്കപ്പൻ നേതൃത്വം നൽകിയത് കൊണ്ടായിരുന്നു ഉൾപ്പെടെയായിരുന്നു അവരുടെ വിലയിരുത്തൽ. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ തങ്കപ്പനെതിരെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തങ്കപ്പന് എതിരെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ തന്നെ മറുഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് തങ്കപ്പനെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ ഉൾപ്പെടെ പാലക്കാട്ടെ സീറ്റിൽ കണ്ണുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ തങ്കപ്പനെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഈ DCC ഓഫീസിന് മുൻവശത്തായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി അരുൺ, പാലക്കാട് DCC പ്രസിഡന്റിനെതിരെയാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. DCC ഓഫീസ് പരിസരത്താണ് തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും അദ്ദേഹത്തിന് ലഭിക്കില്ല, ഇത്തരത്തിലൊരു പ്രസിഡന്റിനെ വേണ്ട എന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. വിവരങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ്.